എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ ചില വിശേഷങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വിശേഷം എന്താണെന്ന് പറഞ്ഞാല്, താൻ ഭയങ്കര സ്പീഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. 2018 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ആദ്യത്തെ വീഡിയോ ഡയബറ്റീസിനെ കുറിച്ച് ഇടുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 6 വർഷമായി, 6ാമത്തെ ആനിവേഴ്സറിയാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. പലതരത്തിലൊക്കെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോയി. 6 വർഷം മുമ്പ് എനിക്ക് ഒരു 64 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പൊ 69 വയസ്സായി. 63 വയസ്സിൽ 62 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊ 69 വയസ്സായി. ഇപ്പൊ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തെ കാര്യം ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു DNA ടെസ്റ്റ് ചെയ്തു. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു DNA ടെസ്റ്റ്. സർക്കിൾ DNA എന്ന് പറയുന്ന കമ്പനിയിൽ എൻ്റെ സലൈവ അയച്ചു കൊടുത്ത് ഹോങ്കോങ്ങിൽ നിന്ന് ഒരു DNA ടെസ്റ്റ് ചെയ്തു. അത് കുറെ നേരമൊക്കെ എടുത്തു കേട്ടോ, അത് തിരിച്ചയക്കാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരാൾ, നമ്മളുടെ ഒരു ലേഡിയാണ്, അത് ശരിക്കും ഇന്ത്യക്കാരിയാണ്, അവരവിടെ വർക്ക് ചെയ്യുന്നതാണ്. അവര് നമ്മൾക്ക് കൗൺസിലിംഗ് തന്നു. നമുക്ക് വേണ്ടുന്നൊക്കെ ചോദിക്കാം, നമുക്ക് എന്തൊക്കെയാണ് ഇറഗുലാരിറ്റി ഉള്ളത് അതിനെയൊക്കെ കുറിച്ചൊക്കെയുള്ള കൗൺസിലിംഗും എനിക്ക് തന്നു. അപ്പൊ ആ കൗൺസിലിംഗും അതിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് പുറകെ പറയാം. പക്ഷെ ആ കൗൺസിലിംഗിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്കൊരു ജനറ്റിക് ടെൻഡൻസി ടു ഡയബറ്റിസ് ഇല്ല. എന്റെ ഡയബറ്റിസ് അപ്പോൾ എങ്ങനെയാണ് വന്നത്? എന്റെ ഡയബറ്റിസ് വന്നത് എപ്പിജനറ്റിക് കണ്ടീഷൻസ് കൊണ്ടാണ്. അപ്പൊ എപ്പിജനറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ്, പിന്നെ നമ്മുടെ ടെൻഷൻസ്, നമ്മളുടെ പലതരം എൻവയൺമെന്റൽ സ്ട്രെസ്സസ്, നമുക്കുണ്ടാകുന്ന പൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള സ്ലീപ്പിന്റെ കുഴപ്പം, മനസ്സമാധാനമില്ലായ്മ, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് എനിക്ക് ഡയബറ്റിസ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ ഈ എപ്പിജനറ്റിക്കൽ കോസസ് കൊണ്ടുണ്ടായ ഡയബറ്റിസ് ഈസ് റിവേഴ്സിബിൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ എപ്പിജനറ്റിക്സ് എൻവയൺമെന്റിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങൾ, നമ്മളെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാം. അതായത് ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മളുടെ സ്ട്രെസ് മാറാൻ നമുക്ക് ഈ യോഗ, ഞാൻ ചെയ്ത ഹാബിൾഡുകാരുടെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യാം, യോഗ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ ഇതുപോലെ അവരുടെ ഫാസ്റ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്യാം. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് അങ്ങനെ ഉണ്ടായ ഒരു ബോധോദയമാണ് എനിക്ക് ഈ ഹാബിൾഡിന്റെ ഫാസ്റ്റിങ്ങിൽ ചേരാനുണ്ടായ പ്രചോദനം. രണ്ടാമത്, ഹാബിൾഡിന്റെ ഫാസ്റ്റിങ്ങിൽ ചേരാനുണ്ടായ പ്രചോദനം, ഞാൻ ഇതിൽ എല്ലാ അവരുടെ പ്രോഗ്രാം ഞാൻ 1 year സബ്സ്ക്രൈബറാണ്. 6 months സബ്സ്ക്രൈബേഴ്സ് ഓൺവേർഡ്സ് ഉള്ളവർക്ക് ഇവര് ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് കിട്ടിയ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അവര് ഡയബറ്റിസ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ കുറെ ഡയറ്റും, കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നും, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നും, ഭക്ഷണത്തിന് മുമ്പ് ഫൈബർ കഴിക്കണമെന്നും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ് ഒന്നെങ്ങാണ്ട് കണ്ടിട്ട് ഞാൻ നിർത്തി. കാരണം അതിനകത്ത് ഉണ്ടാക്കുന്നത് ഇവരുടെ ഈ ബേസൻ ചില്ല എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടേതായ ലോ കാർബ് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ ചോറ്, പുഴുക്കലരി എന്ന് പറയുന്നത് തന്നെ ധാരാളം റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉള്ളതും, നമ്മുടെ ഈ ബോയിൽഡ് റൈസ്, പിങ്ക് റൈസ് ഒക്കെ അവർ കഴിക്കുന്ന ചോറിനിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ഈ റൈസ് വെച്ച് ബാക്കിയുള്ള കൂട്ടാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൂട്ടാൻ ആദ്യം കഴിച്ച് ഒക്കെ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾക്കല്ലാതെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ മില്ലറ്റ്സ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവരും മില്ലറ്റ് ഒരുപാട് ഉപയോഗിക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് കേട്ടില്ല. പക്ഷെ അവർ ഫാസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചുമ്മാതെ ഞാൻ അത് ഓണാക്കി അവരുടെ ഫാസ്റ്റിംഗ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ ഫാസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളോട് പൂർണ്ണമായ വാട്ടർ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടവർ ചെയ്യാം, അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ചെയ്യാം. ബാക്കിയുള്ളവർക്കായിട്ട് അവര് രാവിലെ ഞാൻ കഴിച്ചത് 250 grams ഹൈ ഷുഗർ അല്ലാത്ത ഫ്രൂട്ട്സ്. ഞാൻ കഴിച്ചത് 2 പീസ് ആപ്പിള്, ഈ വലിയ തായ് ഗവായുടെ കുറച്ച് പീസ്, അതാണ് നമ്മൾ 250 gram. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കാം, കട്ടൻ ചായ കുടിക്കാം. പഞ്ചസാരയും പാലും ഇല്ല. പാല്, പ്രത്യേകിച്ച് മിൽക്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് ഏതാണ്ട് ഈ IGF എന്ന് പറയുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന സാധനത്തെ കൂട്ടും. അല്ലാത്ത സമയത്ത് നമുക്ക് ഫാസ്റ്റിംഗ് അല്ലാത്തപ്പോൾ നമുക്ക് പാലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇൻ മോഡറേഷൻ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ പാലുൽപ്പന്നങ്ങളും അവോയ്ഡ് ചെയ്യുമെങ്കിലും ചില നെയ്യ് അവര് പാലുൽപ്പന്നത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ അത് അങ്ങനെ രാവിലെ ഒരു ഫ്രൂട്ട്,
രാവിലെയല്ല കുറച്ച് ഫ്രൂട്ട്, ഉച്ചയ്ക്ക് നമുക്ക് ഒരു സാലഡും വെജിറ്റബിൾ സൂപ്പ് വയറ് നിറച്ച് കഴിക്കാം. പക്ഷേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ലോ കാർബ് വെജിറ്റബിൾസ് ആയിരിക്കണം. ചിലരൊക്കെ അവിടെ നമ്മുടെ പാലക് സൂപ്പ് കുടിച്ചവരുണ്ട്, ചിലരൊക്കെ ടൊമാറ്റോ സൂപ്പ് കുടിച്ചവരുണ്ട്. ഞാൻ അതിന് ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കിയത്. ടൊമാറ്റോ സൂപ്പ്, അങ്ങനെ സൂപ്പ് നമ്മൾ വയറ് നിറച്ച് കുടിക്കാം. പക്ഷെ ആ സൂപ്പൊന്നും നമ്മൾ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് എൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. അങ്ങനെ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് ആക്കാനായിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ മാവ്, എന്തെങ്കിലും മാവ്, ഞാൻ ആരോ റൂട്ടാണ് ഇൻക്ലൂഡ് ചെയ്ത്, മാവും പാലും ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വൈകുന്നേരം നമ്മൾ വഴട്ടിയ വെജിറ്റബിളും സൂപ്പും കഴിക്കുക. അത് ഞാൻ കോളിഫ്ലവർ വഴട്ടിയതോ അങ്ങനെ ഏതാണ്ടും സൂപ്പും കൂടിയാണ് കഴിച്ചത്. അതോ മിക്സ്ഡ് വെജിറ്റബിൾസോ അങ്ങനെ നമ്മൾ ഫാസ്റ്റ് കഴിക്കും. അപ്പൊ നമ്മൾ തലേദിവസം വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നത്, അടുത്ത ദിവസം നമ്മൾ ഈ ഡയറ്റും അതിൻ്റെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ പിന്നെ കഴിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് വളരെ ഡൈല്യൂട്ടായിട്ട്, വളരെ ലഘുവായ ഭക്ഷണം കൊണ്ട് കഴിക്കണം. പിന്നെ അന്നത്തെ ആ ദിവസത്തെ ഭക്ഷണം ലഘുവായിരിക്കണം. ലഞ്ചിനൊക്കെ കഞ്ഞി പോലെ അരിയും ചെറുപയറും കൂടെ വെച്ച്, അവരുടെ കിച്ചടി എന്ന് പറയുന്ന സാധനം, അരി അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ രക്തശാലി പോലെയുള്ള ഏതെങ്കിലും അരിയോ മില്ലറ്റോ എന്തേലും വെച്ചിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി നമ്മൾ ചെറുപയറും ചേർത്ത് വേവിച്ച് അതിനകത്ത് നെയ്യിട്ട്, അതൊക്കെയാണ്. അത് കഴിഞ്ഞ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഫ്രൂട്ട് കഴിക്കുക, പിന്നെ ലഞ്ചിന് ഇതൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അന്ന് നമ്മൾ 36 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തത്. 36 മണിക്കൂറിന് തലേ ദിവസം നമ്മൾ ഫാസ്റ്റ് തുടങ്ങുന്ന ഒരു ദിവസം ഡിന്നർ കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെയുള്ള 12 മണിക്കൂറും പിന്നെ അടുത്ത ഫുൾ ഡേയും, അതായത് 24 hours, അങ്ങനെയാണ് 36 hours. 36 അല്പം കൂടിയും കുറഞ്ഞും ഒക്കെ ചിലപ്പോൾ ഇരിക്കും. അതാണ് നമ്മുടെ 36 hour ഫാസ്റ്റ്. പിന്നെ ഒരു 60 hour ഫാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 2 days ഉണ്ട്. അപ്പൊ 2 days ഉള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ആകാംക്ഷയോടെയാണ് പോയത്. ഞാനും പറഞ്ഞു അദ്ദേഹത്തിനോട്, ഞങ്ങളുടെ ഡോക്ടർ ചന്ദനോട്, എനിക്ക് ഏറ്റവും ഉള്ളത് എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഷുഗർ കൂടത്തില്ല, ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ ഷുഗർ കുറഞ്ഞു പോകത്തില്ല മരുന്നില്ലാത്തതുകൊണ്ട്. പക്ഷെ പേടി എന്ന് പറയുന്ന ഒരു സാധനം എനിക്കുണ്ട്. ഡയബറ്റിസ് ഉള്ളവർ ഫാസ്റ്റ് ചെയ്താൽ എന്ത് കുഴപ്പമാണ് എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കോവിഡ് കാലത്തെ എല്ലാവരും ഡയബറ്റിസുകാർ എന്തോ വലിയ രോഗികളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നിങ്ങള് ഫാസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എല്ലാ ആളുകളും, നമുക്ക് 3 സെഷൻ സൂം മീറ്റിംഗ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് 24 hour രാത്രി 10 മണി വരെ നമ്മളുടെ കൂടെ ഇവരുണ്ട്, സപ്പോർട്ട് ടീം ഉണ്ട്. അവരിങ്ങനെ വാട്സാപ്പിൽ കൂടെ നമുക്ക് അവരോട് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ച് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ഫുൾ ടൈം ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു ഈ 60 മണിക്കൂർ. അപ്പൊ ഈ 60 മണിക്കൂർ അവസാനം നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഡോക്ടർ ചന്ദൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ നമുക്ക് ഇത് വളരെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 100-200 പേര് വേറെ ഉണ്ട് നമ്മുടെ കൂടെ. നമ്മളെല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുക, അവരുടെ എങ്ങനെയാണ് അവരുടെ സൂപ്പ് ഉണ്ടാക്കിയത്, അവരെന്താണ് കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും പറ്റി. അപ്പൊ അങ്ങനെ ഒരു 60 മണിക്കൂർ ഫാസ്റ്റും ഞാൻ ചെയ്തു. അപ്പൊ ഈ 60 മണിക്കൂർ ഫാസ്റ്റിൽ നമ്മളോട് കഴിക്കാൻ പറഞ്ഞത് ആദ്യത്തെ ഫാസ്റ്റ് പോലെ അല്ല. രാവിലെ കഴിക്കുന്നത് നെയ്യാണ്. 3 ടീസ്പൂൺ നെയ്യ്, 2 to 3 ടീസ്പൂൺസ് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കാം. രാവിലെ പിന്നെ വേറൊന്നുമില്ല. ഉച്ചയ്ക്ക് നമുക്ക് സൂപ്പ് കുടിക്കാം, വൈകുന്നേരം നമുക്ക് സൂപ്പ് കുടിക്കാം. സെയിം റുട്ടീൻ ഫോർ ദ നെക്സ്റ്റ് ഡേ. അത്യാവശ്യം വിശന്ന് പോയാൽ നമുക്ക് ഇതുപോലെ സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ 4-5 റൈസിൻസ് കഴിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ കഴിക്കും. ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നുന്നു, വൈകുന്നേരം ആകുമ്പോൾ അയ്യോ ഇന്ന് മുഴുവൻ കഴിച്ചില്ല എന്നുള്ള ഒരു ചിന്ത, വിശപ്പ് തോന്നുന്നു എന്നുള്ള ചിന്ത, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിന്തയൊക്കെ വന്നു, തലവേദന വന്നു. അപ്പൊ ഈ കഞ്ചൻ എന്ന് പറയുന്ന ആളെ തലവേദന വരുമ്പോൾ എവിടെയാണ് പ്രസ് ചെയ്ത് പിടിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മർമ്മയൊക്കെ ഫാക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ തലവേദനയില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്ത ദിവസം ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ 36 hours കഴിഞ്ഞു. അപ്പം നമ്മുടെ ബോഡി ഫാറ്റ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് എനർജി സ്റ്റാർവ്ഡ് അല്ല, അതാണ് കീറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹൈ എനർജി, നമ്മൾ വളരെ ഷാർപ്പ് മൈൻഡോടെയൊക്കെ ആ ദിവസവും കംപ്ലീറ്റ് ചെയ്തു. ചില ആളുകൾക്ക് അടുത്ത ദിവസം ഭക്ഷണം കഴിക്കണമെന്നേ ഇല്ലായിരുന്നു, പക്ഷെ അടുത്ത ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു, ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു, ഫ്രൂട്ട് വെച്ച് കഴിച്ചു. അങ്ങനെ ഞാൻ അത് ചെയ്തു. അത് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കഴിക്കുമ്പോൾ ഷുഗർ താഴെ വരും. പക്ഷെ എത്ര താന്നാലും ഹൈപ്പോഗ്ലൈസീമിയ ലെവലിലൊന്നും വരികയല്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷുഗറൊക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത് എനിക്ക് ഇതിനോട് തോന്നിയ അട്രാക്ഷന്റെ പ്രധാന കാരണം ഈ അടുത്ത കാലത്ത് ഡോക്ടർ വാൾട്ടർ ലാംഗോ എന്ന് പറയുന്ന ഒരാള് ബുക്കും ഒക്കെ എഴുതി. ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ. കുറെ ഇന്റർവ്യൂവേഴ്സ് ഉണ്ട്, അവർ ഇന്റർവ്യൂ ചെയ്യുകയാണ് ആരെയെങ്കിലും ഡയബറ്റിസ് ക്യൂർ ചെയ്തു പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ 100% അവർക്ക് വിൽക്കാൻ എന്തെങ്കിലും കാണും. ആ ഇന്റർവ്യൂവർ അല്ല, ആ ആളുകൾക്ക്. അങ്ങനെ കുറെ ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുക അയ്യോ ഇത് എന്തോ വലിയ കാര്യം സംഭവിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു എന്ന്. നമ്മൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പീപ്പിളാണ്. നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആൻസർ ആണിത് എന്നുള്ള മട്ടിൽ പറയും. അപ്പൊ ഈ വാൾട്ടർ ലാംഗോ എന്താണ് ചെയ്തത്? 5 ദിവസത്തെ എലിയിലും ഒക്കെ പരീക്ഷിച്ചു, മനുഷ്യരിലൊക്കെ പരീക്ഷിച്ചു. അദ്ദേഹം പറയുന്ന 5 ദിവസം ഫാസ്റ്റിംഗ് മിമിക്കിംഗ് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് 5 days കോൺസിക്യൂട്ടീവ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മളുടെ ഫാറ്റ് മെൽറ്റ് ചെയ്യും എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂടും, നമ്മുടെ ഓർഗൻസ് റിപ്പയർഡ് ആകും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 2 മണിക്കൂറും 3 മണിക്കൂറും നീണ്ട വീഡിയോസിലൊക്കെ പലതും പറയുന്നുണ്ട്. അതൊന്നും ഞാൻ കേൾക്കാൻ പോയില്ല. അപ്പോ പക്ഷെ ആ ഡയറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അത് അദ്ദേഹം പറയുന്നില്ല. ആ ഡയറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോലോൺ എന്ന് പറയുന്ന. ആ കമ്പനിയുടെ കിറ്റ് കിട്ടും, 5 day കിറ്റ്. ആ കിറ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക. അത് നല്ല വിലയുണ്ട്. അത് എത്രയാണെന്ന് വേണമെങ്കിൽ ഞാൻ നോക്കി പറയാം. നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നതിന്റെ ഇരട്ടി വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോ ഇവിടെ അവരുടെ നാട്ടിൽ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. പ്രോലോൺ ഫാസ്റ്റിംഗ് കിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാം. ഒരുപാട് വീഡിയോകളുണ്ട് അതിനെ കാണിച്ചു, അത് അവര് ചെയ്യുന്നതും. ഫാസ്റ്റ് കിറ്റ് ഇത് 5 day പ്രോലോൺ പലരുടെ FMD എന്ന് പറഞ്ഞൊന്നുണ്ട്. ഇതാണ് ഈ ഒറിജിനല്. പിന്നെ പലരും $175 അതവിടെ. അപ്പം നമുക്കത് വരുമ്പോഴത്തേക്ക് ഒരു $250 ആകും ഒരു 5 ദിവസത്തെ ഇത്. അപ്പം നമ്മൾക്ക് ഇവരൊക്കെ ഈ പൈസയൊക്കെ വാങ്ങിച്ച് ഈ പ്രോലോണും ഇത് വിൽക്കാനായിട്ട് വേണ്ടിയാണ് അദ്ദേഹം ഇത്ര രഹസ്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. അദ്ദേഹത്തിന്റെ റിസർച്ച് എന്ന് വെച്ചാൽ ഈ കമ്പനി ഉണ്ടാക്കി ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവര് ഇതൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞില്ല, നിങ്ങൾ ഫാസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആവും. പക്ഷെ ഇത് പറയാൻ കാരണം ഇപ്പോൾ ആ പ്രോലോൺ വിൽക്കാനായിട്ടും അത് ബുക്ക് വിൽക്കാനും ഒക്കെ ആയപ്പോഴാണ് ഈ വാൾട്ടർ ലാംഗോ ഒക്കെ പറയുന്നത്. അപ്പൊ ഈ സാധനം നമ്മൾ ഈ കഴിച്ച ഇതും ഒരു ഫാസ്റ്റ് മിമിക്കിംഗ് ഡയറ്റാണ്. നമ്മളെ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ വിസറൽ ഫാറ്റ് മെൽറ്റ് ചെയ്യുകയും നമ്മളെ കീറ്റോസിസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഫാസ്റ്റ് മിമിക്കിംഗ് ഡയറ്റ്. നമ്മൾ രാവിലെ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ കഴിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വഴറ്റി കഴിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നെയ്യ്, വെളിച്ചെണ്ണ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഇങ്ങനെയുള്ള എണ്ണകൾ ഉപയോഗിക്കാവൂ. സൺഫ്ലവർ ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിപ്പം ഞാൻ ആ കോഴ്സിനെ കുറിച്ച് പറയാനുള്ള ആളല്ലല്ലോ. നമ്മുടെ ചന്ദൻ എന്ന് പറയുന്ന ആയുർവേദ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളേക്ക് വേണ്ടി ഹാബിൾഡിനെ വിൽക്കുകയൊന്നുമല്ല. പക്ഷെ എനിക്കത് വളരെയധികം ബെനിഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഹാബിൾഡിന്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. 12 മാസത്തെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പലതും കിട്ടും. അപ്പം ഞാൻ ഈ വാൾട്ടർ ലാംഗോ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 5 ദിവസത്തേക്ക് ഈ പ്രോലോൺ കഴിച്ച് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ആ 5 ദിവസം എന്ത് കഴിക്കണമെന്നൊന്നും നോക്കണ്ട, നമുക്ക് വിശക്കത്തില്ല. അത് അവർ മൾട്ടി വൈറ്റമിൻസ് എന്തൊക്കെയൊക്കെയോ അതിനകത്തുണ്ട്, അത് ഫാറ്റും എല്ലാം ഉണ്ട്. പക്ഷെ പ്രോട്ടീൻ ഇല്ല. പ്രോട്ടീനും കാർബും വെരി ലോ ആയിട്ട് വെക്കും. അപ്പൊ അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് മെൽറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ബ്ലഡ് സെൽസ് കുറഞ്ഞു വരും, പിന്നീട് അത് കൂടും. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മുടെ സ്റ്റെം സെൽസ് ഒരുപാട് ഉണ്ടാകുമെന്നും ആക്റ്റീവ് ആകുമെന്നൊക്കെ. അങ്ങനെ സ്റ്റെം സെൽസ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യും, ഇറ്റ് റിപ്പയർസ് ഇറ്റ് സെൽഫ്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ വളരെ ഡ്രമാറ്റിക് റിസൾട്ട് ഒന്നും നമ്മൾ കാണുകയില്ല. നമ്മൾ കുറച്ച് റിസൾട്ട് കാണും. അടുത്ത ദിവസമൊക്കെ തൊട്ട് 2-3 ദിവസം നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ അത് താഴോട്ട് സ്ലിപ്പ് ചെയ്യും. പക്ഷെ കോൺസിക്യൂട്ടീവ് ആയിട്ട് എവ്രി മന്ത് ഈ 5 ദിവസത്തെ ഫാസ്റ്റ് മിമിക്കിംഗ് ഡയറ്റ് ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ അസുഖം വളരെയധികം മാറിയിരിക്കും എന്നാണ് ഈ വാൾട്ടർ ലാംഗോ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഡോക്ടർ ചന്ദൻ പറയുന്നത് എന്താണ്? ഡോക്ടർ ചന്ദൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഡയബറ്റീസ് ഒക്കെ അത്ര വലിയ ദീനമൊന്നും അല്ല. നിങ്ങൾക്ക് മരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഷുഗർ വരും. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ, മരുന്നില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ലോ ഷുഗർ വരികയില്ല. അപ്പൊ അത് അദ്ദേഹം കൂടെ നിന്ന് നമ്മളെയൊക്കെ കാണിച്ചു. നമുക്കാർക്കും, എനിക്ക് മരുന്നില്ല, ലോ ഷുഗർ ഒന്നും വന്നില്ല, നോർമൽ സ്റ്റേറ്റിലൊക്കെ നമ്മൾ പോകും.
പക്ഷേ പല സ്റ്റേജസ് ഉണ്ട്, പല റിസൾട്ട്സ് ഉണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എന്താണ് ഫിഗേഴ്സ് വരുന്നത് എന്നൊക്കെ അദ്ദേഹത്തിനെ അറിയിക്കണം. അപ്പൊ അദ്ദേഹം പറയും ചില ആളുകളുടെ ബോഡിയിൽ ഇൻസുലിനേ ഇല്ല. ഇൻസുലിൻ അപ്പൊ ഡയബറ്റിസ് ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസിന്റെ ഇടയ്ക്ക് 1.5 എന്ന് പറയുന്ന ഒരു ഡയബറ്റിസിനെ കുറിച്ച് പറയാം. അതായത് നമ്മള് ടൈപ്പ് 2 ഡയബറ്റിസ് ആയിട്ടിരുന്ന പോട്ട് നമ്മുടെ ഇവൻച്വലി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ സീറോ ആയിട്ട് പാൻക്രിയാസ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇൻസുലിൻ വേണം. അവർക്ക് ഇങ്ങനത്തെ ഫാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മോണിറ്ററിങ് ഇല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു മോണിറ്ററിങ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം തൊട്ട് നമ്മൾക്കിത് ചെയ്യാം. അപ്പോൾ ഡോക്ടർ ചന്ദൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം 36 അവർ ഫാസ്റ്റോ, മാസത്തിൽ ഒരു ദിവസം 60 അവർ ഫാസ്റ്റോ, അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ 60 അവർ ഫാസ്റ്റോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞതുപോലെ വാട്ടർ ഫാസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് പേര് വാട്ടർ ഫാസ്റ്റിംഗ് ആയിരുന്നു. ചിലരൊക്കെ നവരാത്രിക്ക് 9 ദിവസം ഫാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വാട്ടർ ഫാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വാട്ടർ ഫാസ്റ്റ് ചെയ്യാം. അപ്പൊ ആ വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ 2 നുള്ള് സാധാരണ ഉപ്പ് എന്ന് പറഞ്ഞാല് അയോഡൈസ്ഡ് സോൾട്ട് അല്ല, സാധാരണ ടേബിൾ സോൾട്ട് ചേർത്ത് ആ വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ORS പോലെ വല്ലതും ഇടയ്ക്ക് കുടിച്ചാലും മതിയായിരിക്കും. പിന്നെ എല്ലാ സമയത്തും നമുക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം, ദിവസത്തിൽ ഒരു പ്രാവശ്യം 200 ml കരിക്ക് വെള്ളം കുടിക്കാം. 200 ml കരിക്ക് വെള്ളം കുടിക്കാൻ, കരിക്കുന്നതിനാ കേട്ടോ. അത് നമ്മളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തും. അപ്പൊ ഇങ്ങനെ വളരെ നല്ല ഗൈഡൻസോടെയാണ് നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്റെ ഹോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ആഴ്ചയിലും ഒരു 36 അവർ ഫാസ്റ്റോ, മാസത്തിൽ ഒരിക്കൽ 36 വേണമെന്നില്ല എന്നും ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂറെങ്കിലും എല്ലാ ആഴ്ചയിലും ഒരിക്കൽ ഫാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒരിക്കൽ 60 അവർ ഫാസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫാസ്റ്റ് ചെയ്താല് 3-4 മാസം കൊണ്ട് നമ്മളുടെ സ്ഥിതിയിൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഫാറ്റൊക്കെ മെൽറ്റ് ചെയ്ത് പോവുകയും അതിന്റെ കൂടെ തന്നെ നമുക്ക് റീജനറേഷൻ ഈസ് പോസിബിൾ. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുമ്പോഴല്ലേ അതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീജനറേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ ഈ 6 വർഷത്തെ യാത്രയിൽ അവസാനം ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കിട്ടിയത്. എനിക്ക് ചെയ്യാൻ പറ്റുകയില്ലെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാനുള്ള മാർഗവും ഈ ഹാബിൾഡ് എന്നെ കാണിച്ചു തന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ അധികം പ്രയോജനം എനിക്ക് ഹാബിൾഡിൽ നിന്നുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ ദിവസവും വേറൊരു സെഷൻ ഉണ്ട്, ഡാൻസ് ആൻഡ് സ്ട്രെച്ച് എന്നും പറഞ്ഞാൽ. അത് ഈ സൗരഭ് ബോത്രയുടെ സിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈവനിങ്സിലുണ്ടത്, മോർണിംഗിലും ഉണ്ട്. അപ്പം നമുക്ക് ഈ ബോളിവുഡ് ഡാൻസ് ഒക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പിലിട്ട് ചെയ്യാനും നമുക്ക് അതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റെസിസ്റ്റൻസ് ബാൻഡ്സ് വെച്ച് പവർ ചെറിയ സ്ട്രെങ്ത് ട്രെയിനിങ്ങും അതിൻ്റെ കൂടെ ഉണ്ട്. ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടുന്നത്. മെറ്റബോളിക് റേറ്റ് കൂടുമ്പോഴാണ് ഷുഗർ കൂടാതെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ആസ്പെക്ട്സും ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, യോഗ, മനസ്സ്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടെ ചേർന്നതാണല്ലോ വ്യക്തി. ഇതെല്ലാത്തിനെയും ബാലൻസ് ചെയ്യുമ്പോഴേ നമ്മളുടെ ഡയബറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ബാലൻസിന് വേണ്ടിയിട്ടും മനസ്സിനും ശരീരത്തിന് ഐക്യതയ്ക്ക് വേണ്ടിയിട്ടും യോഗ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ മെഡിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഡാൻസ് ആൻഡ് സ്ട്രെച്ചും ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഡോക്ടർ ചന്ദന്റെയും ഒക്കെ ഈ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഒരു പ്രോഗ്രാം ഞാൻ ചേർന്നില്ല, ഗട്ട് ക്ലെൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ജ്യൂസ് ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് ചേർന്നു. അപ്പൊ അവർ പറഞ്ഞ 60 വയസ്സിന് മേളിലുള്ളവരും ഡയബറ്റീസ് ഉള്ളവരും ജ്യൂസ് ഫാസ്റ്റ് ചെയ്തിരുന്ന ഷുഗർ കൂടിയിട്ട് താഴും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ഫുഡ് വേണം എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ വരും, ക്രേവിംഗ് ഒക്കെ വരും. അങ്ങനെ ഓൺ ഗോയിങ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾക്ക് ഒരു നിമിഷം ഫ്രീ കിട്ടത്തില്ല. അങ്ങനെയുള്ള രീതിയിൽ അവർ നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കെയർ എടുത്ത് ചെയ്യുന്നു. അതാണ് എനിക്ക് ഫാസ്റ്റിംഗ് പീരിയഡിൽ എനിക്ക് മനസ്സിലായത്. ദേ ആർ സോ കെയർഫുൾ ടു മോണിറ്റർ എവറിബഡി. അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ എനിക്ക് 6 വർഷത്തിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി, നമസ്കാരം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ DNA ടെസ്റ്റിന്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യത്യാസവും, ഈ ആദ്യത്തെ ഫാസ്റ്റിംഗ് ഷുഗർ ശരിക്കും താങ്ങും നാച്ചുറലി 60 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നു.
ഇനി ഞാനത് തിരിച്ച് ഇത് കൂടി വരുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ച് ഇനിയും ഞാൻ ഇതിൽ പോകുമ്പോൾ വീക്ക്ലി ഫാസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ വീക്ക്ലി ഫാസ്റ്റ് വിചാരിക്കുന്നത് ഒത്താല് അടുത്ത മാസം ഒരു 60 അവർ നോക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീക്ക്ലി ഫാസ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫലം ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു. ഒരുപാട് നേരമായി ആവേശം പിടിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ നന്ദി, നമസ്കാരം.